ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ടിപ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോറോയിങ് ക്വസ്റ്റ്യൻ ആണ്. 23 ലെസ് 98 ലെസ് 84 ആഡ് 78. ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ എഴുതാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് നമ്മൾ ബോറോയിങ് മെത്തേഡ് എങ്ങനെ ചെയ്യാം, നെഗറ്റീവ് ബോറോയിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള 2 ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കാണാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് 23 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ലെസ് 98. ഇനി ഇവിടുന്ന് 9 ലെസ് ചെയ്യണം, ഇവിടുന്ന് 8 ലെസ് ചെയ്യണം. നമുക്ക് 9 ഡയറക്റ്റ് ലെസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 100 ബോറോ ചെയ്യുക. അത് നമ്മളിവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ലെസ് 9 ചെയ്യാൻ പറ്റും. ലെസ് 10 ആഡ് 1. ഇവിടുന്ന് 8 ലെസ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റാത്തതുകൊണ്ട് ലെസ് 10 ആഡ് 2 ചെയ്യാൻ ആഡ് 5 ലെസ് 3 ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ലെസ് 84 ആണ് ചെയ്യേണ്ടത്. ലെസ് 84 മീൻസ് ഇവിടുന്ന് ലെസ് 8ഉം ഇവിടുന്ന് ലെസ് 4 ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ലെസ് 8 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മളൊരു 100 ബോറോ ചെയ്യുക. അത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് ലെസ് 8 ചെയ്യാൻ ലെസ് 10 ആഡ് 2. ഇവിടുന്ന് ലെസ് 4 ചെയ്യാൻ ലെസ് 5 ആഡ് 1. ഇനി ആഡ് 78 ആണ് ചെയ്യുന്നത്. ഇവിടെ ആഡ് 7, ഇവിടെ ആഡ് 8. ആഡ് 7 ചെയ്യാൻ ആഡ് 10 ലെസ് 3. ഇവിടെ ആഡ് 8 ചെയ്യണം. ഡയറക്റ്റ് ആഡ് 8 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 119 ആണ്. അതായത് 190 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 200 ആണുള്ളത്. നമ്മളെ കയ്യിലുള്ള എമൗണ്ട് 119ഉം 200 ആണ് ബോറോ ചെയ്ത എമൗണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഓൾറെഡി നെഗറ്റീവ് ബോറോയിങ്ങിലേക്കാണ് പോവുക. പക്ഷെ നമുക്ക് ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു 100 ഉണ്ട്. ആ 100 ലെസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു 100 ലെസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എത്രയാണ്? ഇവിടെ ബോറോയിങ് സൈഡ് 100ഉം നമ്മുടെ കിട്ടിയ ആൻസർ, അതായത് നമ്മുടെ കയ്യിലുള്ള ആൻസർ 19 ഇനി ഉള്ളത്. അപ്പോൾ ഈ 90 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 100 ലെസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞ മെത്തേഡിലേക്ക് നെഗറ്റീവ് ബോറോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കേസ് വന്നത്. അതായത് നമ്മുടെ കയ്യിലെ എമൗണ്ട്, അതായത് നമുക്ക് കിട്ടിയ ആൻസർ ചെറുതും ബോറോയിങ് എമൗണ്ട് വലുതാണെങ്കിൽ എന്താ ചെയ്യുക, നെഗറ്റീവായിരിക്കും ആൻസർ. അപ്പം ആദ്യം നമ്മൾ ഈ ബോറോ ചെയ്തവിടുന്ന് ഒരു ബീഡ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്ക് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ചെയ്യുക. ഇനി ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ബോറോയിങ്ങിന് ഒരു ബീഡ് റിമൂവ് ചെയ്യുക, നെഗറ്റീവ് മാർക്ക് ചെയ്യുക. വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാത്ത എത്ര ബീഡ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യണം, നോക്കണം. ഇവിടെ നോക്കിയേ, അധികം പേർക്ക് വരുന്ന മിസ്റ്റേക്ക് പറഞ്ഞാൽ എല്ലാവരും ടച്ച് ചെയ്യാത്ത ബീഡ്സ് വരുമ്പോൾ 3 മാത്രമാണ് നോട്ട് ചെയ്യുക. ഇവിടെ 5ഉം ടച്ച് ചെയ്യാത്ത, കാരണം ടോട്ടൽ നമുക്ക് 9ൽ ഇവിടെ 1 ബീഡ് മാത്രമേ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യാത്ത ബീഡ്സ് എത്രയാണെന്ന് വെച്ചാൽ 5ഉം ഈ 3യും കൂടി 8. ഇവിടെ 8 ബീഡ്സും ഇവിടെ ഒരു ബീഡും ഇല്ല, കാരണം എല്ലാ ബീഡ്സും വാല്യൂ ബാറായിട്ട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 0 ആണ് വരിക, ഇവിടെ 8ഉം. അപ്പോൾ ടോട്ടൽ നമുക്ക് 8ഉം 0 എന്ന് പറയുമ്പം 80 ആണ് ഇവിടെയുള്ള എമൗണ്ട്. ഒന്നുകൂടി പറയാം, അതായത് വാല്യൂ ബാർ നമ്മൾ ഓൾറെഡി ഒരു ബീഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാതെ എത്ര ബീഡ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ 8 കിട്ടി, മുകളിലെ 5ഉം താഴത്തെ 3യും കൂടി 8ഉം, ഇവിടെ 0. അപ്പോൾ ഇവിടെ 80 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ 80യോട് നമ്മൾ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്യണം. 80 + 1 81 ആണ് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലെസ് 81 ആണ്. താങ്ക് യു.